ഇന്ന് ടൊമാറ്റോ കുത്തിക്കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 വലിയ പഴുത്ത ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതേമാതിരി നല്ല പഴുത്ത ടൊമാറ്റോയാണ് ഈ കറിക്ക് നല്ലത്. ചോറ്, അപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇതിനോടൊപ്പം ഒക്കെ നമുക്ക് ഇത് സൈഡ് ഡിഷായിട്ട് എടുക്കാം. കുത്തിക്കാച്ചുന്നത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ടൊമാറ്റോ ഇതേമാതിരി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇതിനോടൊപ്പം സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ബുള്ളറ്റ് പച്ചമുളകാണ് കേട്ടോ. അതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇഞ്ചി വളരെ കുഞ്ഞായിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഇഞ്ചി പ്രത്യേകിച്ചൊന്ന് തടയാൻ പാടില്ല. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തത്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും കരിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതിലേക്കിടാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് കുറച്ചുകൂടി ചേർക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തു. നല്ലപോലെ വഴറ്റിയില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇനി കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി അതിലേക്ക് ചേർക്കാം. ഞാൻ വെള്ളത്തിലൊന്നും ചാലിക്കുന്നില്ല. ഫ്ലെയിം സിമ്മറിലായതുകൊണ്ട് അത് കരിഞ്ഞു പോവുമൊന്നുമില്ല. ഉലുവാപ്പൊടി ഒരു പിഞ്ച് മതി, ഒരല്പം, ഒരു നുള്ളെന്നൊക്കെ പറയുന്നത്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. അപ്പോഴേക്കും പൊടികളുടെ റോ ടേസ്റ്റ് പോയി കിട്ടും. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. ഒരു പക്കാ നാടൻ കറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ഞാൻ ഇതാ കഴിച്ചത്. ഇനി ടൊമാറ്റോ ചേർക്കാം. ഈ കറി ഈ സെയിം റെസിപ്പിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്ന് ഞാൻ ചോറിനോടൊപ്പം ഇത് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ടൊമാറ്റോ ഇതേമാതിരി വഴറ്റുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്തി ഉടയ്ക്കണം. അതിനെയാണ് ടൊമാറ്റോ കുത്തിക്കാച്ചിയതെന്ന് പറയുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ടൊമാറ്റോയിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം മതി ഇത് വേകാൻ. അത് മാത്രമല്ല, വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ടൊമാറ്റോ കുത്തിക്കാച്ചിയത് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.